വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ളതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ ഞാനിട്ട എൻ്റെ ഫസ്റ്റ് വീഡിയോയ്ക്ക് താഴെ ഒന്ന് രണ്ട് കമൻസ് എൻ്റെ ശ്രദ്ധയിൽ വിട്ടു. എന്നെപ്പോലെ തന്നെ ഒരു ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന, എന്നാൽ എന്തൊക്കെയോ കാരണങ്ങളെ കൊണ്ട് ഒരു മടി വന്നിട്ട് ഇത് ചെയ്യാനായിട്ടുള്ള എന്തൊക്കെയോ ഒരു ചമ്മലായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ സംസാരിക്കും എന്നാലോചിച്ചിട്ടുള്ള ഒരു വിഷമമായിരിക്കും, അല്ലെങ്കിൽ ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്ത് കോണ്ടൻറ് ഇടും എന്നാലോചിച്ചിട്ടായിരിക്കാം, അതും അല്ലെങ്കിൽ പൈസയുടെ ഇതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം, മറ്റുള്ളവരെന്ത് പറയും എന്നാലോചിച്ചിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്ത് കാരണങ്ങളെ കൊണ്ടായാലും ഇങ്ങനൊരു പുതിയൊരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, എന്നാൽ അത് ചെയ്യാനായിട്ട് എന്തൊക്കെയോ കാരണങ്ങളെ കൊണ്ട് മടിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഇത്ര നാളും അങ്ങനെ മടിച്ച് നിന്നിരുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടുന്നൊരു ആത്മവിശ്വാസമുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ കമൻ്റ് ഇട്ട ആൾക്കാരെ പോലെ പിന്നെ എൻ്റെ വേറെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു, എങ്ങനെ ചെയ്യുന്നു, എന്താ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നൊക്കെ. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ എല്ലാം തികഞ്ഞിട്ട്, അത് അറിവായിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ, ചുറ്റുപാടായിക്കോട്ടെ, എല്ലാം തികഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു കാര്യം തുടങ്ങലുണ്ടാവില്ല. സോ നമ്മൾ തുടങ്ങി വെക്കുക, ഒന്നും നാളേക്ക് വെക്കരുത്. ഇന്ന് തന്നെ തുടങ്ങുക. അതിന് മിനിമം ഒരു സ്മാർട്ട് ഫോൺ, നല്ലൊരു ക്യാമറ ഫോൺ മാത്രം നിങ്ങളുടെ കയ്യിൽ മതി. ഐഫോൺ വേണമെന്നോ അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ മുന്തിയ ഫോൺ വേണമെന്നോ ഒന്നുമില്ല. നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഉള്ളൊരു ഫോൺ ഉണ്ടായാൽ മതി. പിന്നെയുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം നമുക്ക് ആമസോണിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വളരെ ചെറിയ തുകയ്ക്ക്, ഒരു 500 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന തുകയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ മേടിക്കാനായിട്ട് കിട്ടും. അത് റിംഗ് ലൈറ്റ് ആയിക്കോട്ടെ, ട്രൈപോഡ് ആയിക്കോട്ടെ, മൈക്ക് ആയിക്കോട്ടെ, എന്താണെങ്കിലും അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാധനങ്ങൾ ആമസോണിൽ മേടിക്കാൻ കിട്ടും. എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കൽ എനിക്ക് പോസിബിൾ അല്ല. അപ്പം ഞാൻ മേടിച്ച സാധനങ്ങളുടെ ലിങ്ക് എന്താണെങ്കിലും ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനെക്കുറിച്ച് സാങ്കേതിക ജ്ഞാനമില്ലല്ലോ എന്നാലോചിച്ചിട്ട് നമ്മളിത് ചെയ്യാതെ ഇരിക്കേണ്ട. കാരണം നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണ നമ്മളെക്കാൾ നന്നായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അറിയുന്ന ആരുടെടുത്തെങ്കിലും നമുക്കൊരു ഹെൽപ്പ് ചോദിക്കാമല്ലോ. അതിലൊരു മടി വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും എല്ലാം അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ എല്ലാ അറിവും തികഞ്ഞിട്ടുള്ള മനുഷ്യന്മാരും ഇല്ല. സോ നമുക്ക് എന്താണോ അറിയുക അത് നമുക്ക് നമ്മുടെ ചാനൽ വഴി മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച്, സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല, അല്ലെങ്കിൽ ടെക്നോളജി അറിയില്ല എന്നൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ മടിച്ചിട്ട് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ ചോദിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരുടെ ഒരു ഹെൽപ്പ് എടുത്ത് നമ്മൾ ഈ കാര്യം ചെയ്യുക. ഒന്നും പിന്നേക്ക് വെക്കരുത്. കാരണം എന്താ പറയുക, നമ്മൾ തുടങ്ങി വെച്ചാൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. കാരണം എല്ലാം പഠിച്ചതിന് ശേഷം ഞാനിതിലേക്ക് എൻ്റർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നിട്ട്, ഞാൻ ഇപ്പോഴും എനിക്കതിനെക്കുറിച്ച് വലിയ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. മിനിമം നോളജ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ മറ്റുള്ളവരുടെ ഹെൽപ്പ് എടുക്കുന്നുണ്ട്. അത് കുട്ടികളുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള മറ്റ് എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ പരിചയത്തിലുള്ള ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് എടുത്തിട്ടൊക്കെ തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. അപ്പം ആ ഒരു പരിമിതി കണക്കിലെടുത്തിട്ട് നമ്മളിത് ചെയ്യാതെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ട് അങ്ങ് ചെയ്യുക. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വരും. ചോദിക്കാൻ മടിക്കരുത്, ഒരു ഹെൽപ്പ് ചോദിക്കാൻ മടിക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമുക്കറിയില്ല എന്നുള്ള കാര്യം നമുക്കല്ലേ അറിയുള്ളൂ. അതറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറെ ആരും മനസ്സിലാക്കിയിട്ട് വന്ന് നമുക്ക് ഹെൽപ്പ് ഓഫർ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കറിയാൻ പാടില്ലാത്ത കാര്യത്തിനെക്കുറിച്ച് നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നോ പറയുന്നത് എനിക്ക് തോന്നണില്ല. അപ്പോൾ അതൊരു കാര്യമാണ്. പിന്നെ എന്ത് കോണ്ടന്റ് ഇടും എന്നുള്ളതാണ് വിഷയം എന്നുണ്ടെങ്കിൽ, നമുക്ക് എന്താണോ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് കോൺഫിഡൻസ് ഉള്ളൊരു വിഷയം എന്താണോ അത് നമുക്ക് ടോപ്പിക്കായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ.
അത് ചിലപ്പോൾ പാചകം പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ എന്താ പറയുക, അതൊരു വിഷയമായിട്ട് എടുക്കാം. അല്ലെങ്കിൽ യാത്രകളോ എന്തും നമ്മുടെ കയ്യിൽ എന്താണ്, ഒന്നുമില്ലെങ്കിൽ വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞ് 4 പേരായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു റിലാക്സേഷൻ മാത്രം മതി, അത് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതും ഒരു വിഷയമാണല്ലോ. എന്താണെങ്കിലും നമ്മുടെ കയ്യിലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അതിനെ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൊരു മടി വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ വേറെ ചിലർ എങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കും, എന്ത് സംസാരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ആദ്യം തന്നെ ക്യാമറയ്ക്ക് ഫേസ് ചെയ്തിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോണ്ടന്റ് പ്രസൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. നമുക്ക് മുഖം കൊടുക്കാതെ വോയിസ് ഓവർ ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന കോണ്ടന്റ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് തൽക്കാലം തുടക്കത്തിൽ അങ്ങനെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് മുന്നോട്ട് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് ട്രാക്കിലായി കഴിയുമ്പോൾ നമുക്ക് തോന്നും, കുഴപ്പമില്ല, ഇനി എനിക്ക് സംസാരിക്കാമെന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് വെറുതെ ഒന്ന് സംസാരിച്ച് നോക്കാമല്ലോ. ചുമ്മാ വീഡിയോ അങ്ങ് ഓണാക്കി വെക്കുക, എന്നിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്നങ്ങ് സംസാരിച്ച് നോക്കുക. നമുക്ക് ആ ഒരു ഫ്ലോയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ചമ്മലില്ലാതെയോ മടിയില്ലാതെയോ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഒന്ന് പരിശ്രമിക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, ഒന്ന് പരിശ്രമിച്ച് നോക്കുക. പറ്റും. കാരണം ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് സംസാരിച്ചിട്ട് ഇന്ന് വരെ ആരും തട്ടിപ്പോയിട്ടുള്ള ചരിത്രമൊന്നുമില്ല. അല്ലെങ്കിൽ സ്റ്റേജിൽ ഒരു മൈക്കിന് മുമ്പിൽ നിന്ന് സംസാരിച്ചിട്ട് ഇന്ന് വരെ ആർക്കും ഒരു അപകടമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ഈ ക്യാമറ നമ്മളെ പിടിച്ച് തിന്നാനൊന്നും പോണില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നുള്ളത്, എന്ത് പറയാൻ? നമ്മൾ ആർക്കും എന്താ പറയുക ഉപദ്രവം ചെയ്യുന്നൊരു കാര്യമൊന്നും ചെയ്യുന്നില്ലല്ലോ. അല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും കളിയാക്കുവോ പരിഹസിക്കുകയോ, നമ്മളെന്തിനാണ് അങ്ങനെ ബോധർ ചെയ്യണത്? പിന്നെ വേറെ ചിലരുടെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു, കുറച്ചൊക്കെ എന്റെയും, നമ്മളെ തന്നെ ക്യാമറയിൽ കാണുമ്പോൾ നമ്മുടെ ചില ചേഷ്ടകളോ അല്ലെങ്കിൽ സംസാര രീതിയോ അല്ലെങ്കിൽ നമ്മുടെ സ്വരം ഇഷ്ടാവുന്നില്ല, നമ്മളെ തന്നെ ക്യാമറയിൽ കാണുമ്പോൾ ഇഷ്ടാവുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഓവർ കോൺഷ്യസ് ആവുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മൈൻഡ് ചെയ്യണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കണ മാതിരി, അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഒബ്സസ്ഡ് ആയിട്ട് വെച്ചിട്ടുള്ള മാതിരി ഒന്നും മറ്റൊരാൾ നമ്മളെക്കുറിച്ച് അങ്ങനെ നോക്കിക്കാണണമെന്നൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്ന ഒരു വ്യക്തി എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് അങ്ങനെ എന്തെങ്ങനെ അതൊന്നും ആരും ശ്രദ്ധിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കോണ്ടന്റ് എന്താണ്, ഇതിലായിരിക്കണം ആളുകളുടെ ശ്രദ്ധ കൂടുതലും വരിക. അങ്ങനെ വരാൻ പാടുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ സംസാരിച്ച് ആ ഒരു വീഡിയോ എടുത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ എവിടെയൊക്കെ പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്നൊക്കെ. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. ചിലപ്പോൾ നല്ല സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. എന്താണെങ്കിലും രണ്ടാമതൊരിക്കൽ കൂടി ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോണില്ല. കാരണം ഈ ഒരു ഫ്ലോയിൽ എനിക്ക് രണ്ടാമത് പറയാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഈ ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിൽ ശരിയാക്കാം. ഓക്കെ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനവനെ സ്നേഹിക്കുക, നമുക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കുക. മറ്റുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ മഴയൊന്ന് കുറയാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്തതാണ്. നല്ല സൗണ്ട്, നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഫ്ലോ ഒന്ന് പോയി, പക്ഷേ ടോപ്പിക് മാറിയിട്ടില്ല. പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എന്താ പറഞ്ഞൊന്ന് മറന്നു. എന്താണ് നമ്മുടെ ഫസ്റ്റ് ഒരു ഇൻറ്റൻഷൻ, നമ്മുടെ വീഡിയോ നമ്മൾ ഇടുന്നു എന്നുള്ളത് മാത്രമായിരിക്കണം. അതിന് എത്രത്തോളം റീച്ച് ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മളൊട്ടും ബോധർ ചെയ്യേണ്ട കാര്യം തുടക്കത്തിലില്ല. അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അയ്യോ എൻ്റെ വീഡിയോക്ക് അത്രയൊന്നും റീച്ച് കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഒത്തിരി പേരൊന്നും അത് കണ്ടില്ലെങ്കിലോ,
അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ആ രീതിയിലോ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആവും, പൈസയൊന്നും നമ്മുടെ ഒരു വിഷയമേ ആയിരിക്കരുത് സ്റ്റാർട്ടിങ്ങിലൊന്നും. നമ്മൾ ബാക്ക് ടു ബാക്ക് വീഡിയോ ഇടുക, നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക. എല്ലാ വീഡിയോസിനും കാഴ്ചക്കാരുണ്ട്, അതാദ്യം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള യൂട്യൂബേഴ്സിനെ എടുത്താൽ പോലും അവരറിയാതെ എത്രയോ പേരുണ്ട് യൂട്യൂബ് കാണുന്നതിൽ. അപ്പോൾ എല്ലാവരും അറിയുന്ന ഒരാളായിട്ടിരിക്കുക അല്ലെങ്കിൽ എല്ലാവരിലേക്ക് എത്തുന്ന ഒരാളായിട്ടിരിക്കുക എന്ന് പറയുന്നതൊന്നും ആർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എത്ര പ്രശസ്തനായിട്ടുള്ള ആളുടെ ഒരു കാര്യം എടുത്താൽ പോലും അവരറിയാതെ എത്രയോ പേര് കാണും. സോ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ചെറിയൊരു സർക്കിൾ പ്രേക്ഷകരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് മതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എന്തുകൊണ്ട് ഇത്ര നാൾ നീ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ചെയ്തു തുടങ്ങി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം. അതായത് എനിക്ക് സ്വയം ഞാൻ തിരിച്ചറിഞ്ഞ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മളെല്ലാം പഠിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് പിന്നേക്ക് വെച്ചിട്ടോ ഒന്നും നമ്മൾ ചെയ്യാൻ പോണില്ല. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു മടി ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മൾ ധൈര്യമായിട്ട് അതങ്ങ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് നമുക്ക് പേടിയുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ പേടി മാറാനായിട്ട് നമ്മളെ തന്നെ പുഷ് ചെയ്ത് നമ്മൾ ആ കാര്യം അങ്ങ് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു പേടി മാറി കിട്ടുള്ളൂ. ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ പേടി പോയി. അപ്പോൾ ഈ വീഡിയോ എടുക്കണതോ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിങ്ങനെ സംസാരിക്കണതോ ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു മടി അല്ലെങ്കിൽ പേടിയെന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ 1-2 വീഡിയോസ് എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇതൊക്കെ എല്ലാവർക്കും പറ്റുമെങ്കിൽ എനിക്കും പറ്റുമെന്ന് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ പൈസ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടൊന്നും ഒരു കാര്യവും ചെയ്യരുത്. അത് നമ്മളിടുന്ന എഫേർട്ടിനനുസരിച്ചിട്ട് ആളുകൾക്ക് എത്രത്തോളം ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ട് പുറകെ വരുന്നൊരു കാര്യം മാത്രമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ആത്മാർത്ഥതയോട് കൂടിയിട്ടും വൃത്തിക്കും ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ നമ്മളെ തുടർന്ന് നമ്മുടെ കൂട്ടത്തിൽ കൂടെ അങ്ങ് കൂടി എന്താ പറയുക, നമുക്ക് വേണ്ട പ്രോത്സാഹനമൊക്കെ തന്ന് നമ്മുടെ ഒപ്പം അങ്ങ് നടന്നോളും. ഇപ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഇപ്പം അത്യാവശ്യം എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ കുറച്ച് പേർക്കെങ്കിലൊക്കെ എന്നെ ഇഷ്ടമുണ്ടായിരിക്കാം. അപ്പോൾ അതെൻ്റെ ഒരു വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം തന്നെയാണ് എനിക്ക് എന്താ പറയുക മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം എന്ന് പറയണതും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ളൊരു മീ ടൈം അങ്ങനെ കണ്ടാൽ മതി. ഞാൻ അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മീ ടൈമാണ് ഞാനിപ്പോൾ ഈ ചാനലിന് വേണ്ടിയിട്ട് വീഡിയോസ് ഇടുന്നത് വഴി ഞാൻ കണ്ടെത്തുന്നത് എൻ്റെ ഒരു മീ ടൈമാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത്. എനിക്കെപ്പോഴും ഐസൊലേറ്റഡ് ആയിട്ട് മനുഷ്യരോട് മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഭയങ്കര വിഷമമാണ് എനിക്ക്. അപ്പോൾ എപ്പോഴും എനിക്ക് ഒരു ചുറ്റും കുറച്ച് ആൾക്കാർ എപ്പോഴും വേണം. അല്ലെങ്കിൽ ആളുകളായിട്ട് ഒരു ദിവസം ആരുടെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വിഷമമാണ് എനിക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടൈപ്പ് മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയണത് എന്നെ ഇഷ്ടപ്പെടുന്ന, എനിക്ക് നന്നായി സമ്മതിക്കാൻ കഴിയുന്ന കുറച്ച് ആൾക്കാരെ എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഒരു ഫാമിലി പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. അത്രയും ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നുള്ളൂ നിലവിൽ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ എവിടെയെങ്കിലും നമുക്ക് പറയാനൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഐഡിയ തന്നെയാണ്. പിന്നെന്താണ് പറയാനായിട്ട് പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു കാര്യം പഠിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഏത് പ്രായത്തിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല, അത് എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആക്കി വെക്കും. എന്തും ആയിക്കോട്ടെ, എന്ത് ചെറിയ കാര്യവും ആയിക്കോട്ടെ, പുതിയൊരു കാര്യം പഠിക്കുക, പുതിയൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുക എന്നൊക്കെ പറയണത് നമ്മളെ അപ്ഡേറ്റഡ് ആക്കി വെക്കാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊരു പഠനമല്ലേ,
ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു കാര്യം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാണ്. തോറ്റു പോവാന്നൊന്നും പേടിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു കാര്യം ശ്രമിക്കാതെ ഇരിക്കരുത്. തോൽവി ജയം എന്നൊക്കെ പറയണതൊക്കെ അതൊക്കെ അതെന്തോ ആവട്ടെ, റിസൾട്ട് എന്തോ ആവട്ടെ, നമ്മൾ നല്ലതിന് വേണ്ടി നല്ല പോലെ പരിശ്രമിക്കുക. റിസൾട്ട് നന്നായി തന്നെ വരും. നമ്മുടെ ഹാർഡ് വർക്കിനനുസരിച്ചിട്ടും നമ്മുടെ എന്താ പറയുക ഡെഡിക്കേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ പറഞ്ഞ ആകെത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കുറച്ച് ഇപ്പോൾ ഈ പരിചയത്തിലുള്ള അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരിൽ കുറച്ച് പേര് അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒട്ടും വൈകിക്കാതെ എത്രയും പെട്ടെന്ന് ചാനൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. കണ്ടൻ്റൊക്കെ പിന്നാലെ വരുമെന്നേ, ധൈര്യമായിട്ട് അങ്ങ് ചെയ്യുക. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.